10 അറബിക് ഫുഡിന്റെ പേരെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യാൻ തന്നെ നമ്മളെ കിബ്ദ, പിന്നെ ഫലാഫല്. ഇന്നിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? കപ്പ. കപ്പ. ആ, പിന്നെ കപ്പ വറവിട്ടത്, ചെമ്പല്ലി മുളകിട്ടത്. ചെമ്പല്ലി മുളകിട്ട്. ഷെഫിന്റെ പേരൊന്ന് പറയോ? ഫൈസൽ ചോയ്മടം. ചോയ്മടം. ഓക്കെ. അസിസ്റ്റന്റിന്റെ പേര് അബ്ബാസ് കല്ലായി. അബ്ബാസ് കല്ലായി. എത്ര വർഷമായി താങ്കൾ ഈ ഫീൽഡില്? 23 വയസ്സ് തുടങ്ങി, അപ്പൊ 64 വയസ്സായി. നിങ്ങൾ ഏത് ടൈപ്പ് ഫുഡുകളൊക്കെ ഉണ്ടാക്കും? മെയിൻ എന്റേത് അറബിക്കാണ്. ഓക്കെ. പിന്നെ എല്ലാ മേഖലയും ഞാൻ ഇതിനെ മുന്നേ വേറെ സ്ഥലത്ത് സൂചിപ്പിച്ചിട്ട്, ഞാനൊരു സ്ഥലത്ത് ഫുഡ് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു മലയാളിയായിരുന്നു, മലയാളിയുടെ കീഴില്. പക്ഷെ അങ്ങനെ എനിക്ക് ഈ സംഗതി പറഞ്ഞു തരുന്നില്ല. അപ്പോ കുറെ ഒരു 10 ദിവസത്തോളം ഞാൻ വെറുതെ പുള്ളിയുടെ കയ്യിലിരുന്നു. ഉള്ള മറുപടി വന്നതെന്ന് വെച്ചാല്, ഇങ്ങനെ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഈ അങ്കരം മുഖത്തേക്കും കൈയൊക്കെ ഒന്ന് പൊള്ളി. പിന്നെ അയാൾക്ക് എല്ലാ സാധനങ്ങളും ഇടണം എന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ. ഞാനത് 10 ദിവസം കൊണ്ട് ആ ഫുഡ്, അതാണ് അഫ്ഗാനി റൈസ്, അത് ഞാൻ പഠിച്ചു. പിന്നെ അങ്ങനെ ഓരോന്ന്. പിന്നെ എനിക്ക് എൻ്റെ ഇനിഷ്യൽ ഡിഷാണ് കിബ്ദ. ആ കിബ്ദ എനിക്ക് പഠിപ്പിച്ചു തന്നെ യമിനിയ. കിബ്ദ എന്ന് പറഞ്ഞാല് ലിവറാണ്. ലിവർ അത് ആടിന്റെ ലിവർ. അത് കാരണം എൻ്റെ ഇപ്പോഴത്തെ കടയില് അത് ചുരുങ്ങിയത് ഒരു 25 കിലോ മിനിമം ഇപ്പൊ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നിർത്തിയിട്ട് 4-5 വർഷമായി. എങ്കിലും മോനത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടുണ്ട്. പക്ഷെ അതിന്റെ എനിക്ക് യമിനി പറഞ്ഞു തന്ന ഒരു പൗഡർ ഉണ്ട്. അത് ഞാൻ ആർക്കും മകരല്ലാതെ വേറെ ആർക്കും കൈകാര്യം ചെയ്യാൻ, അതായത് ഗാർലിക് പൗഡറും അങ്ങനത്തെ കുറച്ച് പൗഡറുകൾ മിക്സ് ആക്കിയിട്ട് എല്ലാം പറഞ്ഞ, അതല്ല മിസ്യൂസ് ചെയ്യരുതെന്ന് മാത്രമേ അങ്ങേര് പറഞ്ഞിട്ടുള്ളൂ. അസിസ്റ്റന്റ് രണ്ടാളായേ. ഏകദേശം സാൽട്ട് മാങ്കോട്ട് ഒരു ഉച്ചകൂടി വെള്ളം വേണമല്ലോ ഇതില് കണ്ടിട്ട്. ശബാഷ്. നല്ല പാരച്യൂട്ടിന്റെ കോക്കനട്ട് ഓയിൽ, അതിലാണ് നമ്മൾ മീൻ മുളകിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഒരു സംഗതി പറ്റി കല്ല് കാണാൻ പറ്റി. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ ഇത് മേമ്പൊടിക്കുള്ള സാധനങ്ങളാണ്. പുളി, വാളംപുളി. ഓക്കെ. വാളംപുളി കൈയോണ്ട് ഞവണ്ടി ഇതാക്കിയത്. നീ ഓരോന്ന് പറഞ്ഞിട്ടേ. ഇതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചി ഇട്ട്, ഇലകളിട്ട്. ഇല കുറച്ചെടുത്തോളൂ. അതൊക്കെ ലാസ്റ്റില് ഫൈനല്. നല്ലോണം അതാണ് വായങ്ങണം. എന്താ നല്ല വായിക്കണം. നല്ല പച്ചച്ചുവ മാറുക. സ്മെല്ലിങ്ങനെ വെള്ളം മുക്കിൽ എണ്ണയിന്റെ സ്മെല്ല് വരും. മുളക്, പച്ചമുളക്. പച്ചമുളക് 10 കിലോ ഇതിലേക്ക് ഇത് 280 ഗ്രാം. 10 കിലോ മീനിലേക്ക് 250 ഗ്രാം മുളക്. ഓക്കെ. ഇതിപ്പോ നിങ്ങൾ എത്ര കിലോന്റെ മീൻകറി ഉണ്ടാക്കുന്നത്? 10 കിലോ. 10 കിലോന്റെ മീൻകറി. വെരി ഗുഡ്. മുളക്. എന്താ മീൻ നിന്ന് ഉപയോഗിക്കുന്നത്? ചെമ്പല്ലി. ഒരു മീൻ ഒറ്റ ചെമ്പല്ലിയാണല്ലേ? 3 ചെമ്പല്ലി. അപ്പൊ 3 കിലോന്റെ 3.25 കിലോന്റെ 3 ചെമ്പല്ലി. തക്കാളി പോട്ടാച്ചി നിങ്ങൾ പാത്ത 10 കിലോന്റെ ചെമ്പല്ലിയുടെ ഒരു മീൻ മുളിട്ടതാണ്. അതിന്റെ കോമ്പിനേഷനായിട്ട് പൂള പൊടിയത്. കോഴിക്കോടുള്ള ആളുകൾ പൂള എന്ന് പറയും, പുറത്തുള്ള ആളുകൾ എന്ത് പറയും? കപ്പ. അതിന് പല പേരിൽ അറിയപ്പെടുന്ന സാധനമാണ് കൊള്ളി.
അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന സാധനമാണ് ഇന്നത്തെ ഇംഗ്ലീഷിൽ ടാപ്പിയോക്ക. ആ ഇത് ഏതാണ്ട് 10 കിലോ മീന് 32 പേർക്കാണ്. 32 പേർക്ക് 10 കിലോ മതിയാവുമോ? സാധനം റെഡിയാണ്ട് നമ്മളെ കുക്ക് ടേസ്റ്റ് നോക്കുന്നത്. എന്താ ടേസ്റ്റിന്റെ കറക്റ്റ് അല്ലേ? ഉപ്പ് നോക്കിയതാണ് അല്ലേ? ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. ആ അസിസ്റ്റന്റ് അറബിക് ഫുഡിന്റെ ഹെഡും നാടൻ ഫുഡിന്റെ അസിസ്റ്റന്റുമായിട്ടുള്ള ആള് ചെക്ക് ചെയ്ത് എന്താ ഉപ്പ് റെഡിയാണോ? അത് ശരി. 2 പ്രാവശ്യമായിട്ട് ഉപ്പിടാം. അടുത്ത പുളി ആഡ് ചെയ്യുന്നില്ലേ? സാധാരണ ഉള്ള മിക്സിംഗ് അല്ല, ഇത് സ്പെഷ്യൽ മിക്സിംഗ് ആണ്, ബ്ലെൻഡിങ് ആണ്. കേരള അറബിക് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സിംഗ് ആണ്. റയറായിട്ട് ആണ് ഈ സാധനം ചെയ്യാറ് ഫൈസല്. അല്ല ഫൈസല്? അങ്ങനെ അസിസ്റ്റന്റ് ഏറ്റെടുക്കുന്നു. റെഡ് ചില്ലി എല്ലാം ബ്രാൻഡഡ് സാധനമാണ് ഉപയോഗിക്കുന്നത്. പറയില്ല. അങ്ങനെ ചില്ലി ഇടുന്നു. ഹലോ കരള് പോയി പോവും. ഇത്ര മാത്രം. കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലിനല്ലേ എരിവ് കൂടുതലുണ്ടാകും? കാശ്മീരി ചില്ലിക്ക് എരിവുണ്ടാവില്ല. ഓ കളർ ഉണ്ടാവും. കളർ. ആ ടർമറിക് പൗഡർ. ആ അത് അത്ര തന്നെ പാക്കറ്റ് കംപ്ലീറ്റ് ഇടുവോ? വേണ്ട. അല്ല ഇതൊരു കണക്കില്ലാതാണല്ലോ ഇങ്ങോട്ട് തോന്നിയ മാതിരി ഇടുന്നത്. അത് ശരി. പിന്നെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ എപ്പോഴും ചെയ്യുന്ന പണിയല്ലേ. ആ പത്ത് കിലോ മീനാണ്. ചെമ്പല്ലി കൊണ്ടുള്ള ഒരു ഫിഷ് മുളിട്ടത്. അങ്ങനെ തന്നെ പറയാ. കോഴിക്കോടൻ മുളകിട്ട്. കോഴിക്കോടൻ മുളകിട്ടത്. കോഴിക്കോടൻ സ്പെഷ്യൽ. ചുവപ്പ് കളറാണെങ്കിൽ എരിവ് കുറയും. കാരണം എന്ത് ചില്ലി? കാശ്മീരി ചില്ലി കൊണ്ട് ഉണ്ടാക്കിയ ഒരു മുളക് കറിയാ. കാണുമ്പോൾ നല്ല കളറായിരിക്കും, പക്ഷെ പ്രത്യേകത എരിവുണ്ടാവില്ല. ശരിയാണോ പറഞ്ഞത്? 100%. ഓക്കെ. കൂടുതൽ ചേരുവകളില്ലാതെ വലിയ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത് സാധനം പറഞ്ഞിങ്ങനെ കരിഞ്ഞില്ല. ഇനി തിളക്കണ്ടേ? പതുക്കെ വന്നോട്ടെ. നിങ്ങൾ എത്ര പ്രാവശ്യമാണ് ഒരു സാധനം കറി ഉണ്ടാക്കി? 10 പ്രാവശ്യമല്ലേ സാമ്പിൾ ടേസ്റ്റ് നോക്കുന്നത്? അത് തീരുവില്ല. അതിന്റെ ബാക്കി നിങ്ങൾക്ക് തരുള്ളൂ. ആ നോക്കുന്നതിന് ഒരു കണക്കുണ്ട്. ആ മോനെ കൊണ്ട് ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പർ. ആരുണ്ടാക്കിയത്? ആ എന്ത് പറയുന്നത് ഫുഡിനെ പറ്റിയിട്ട്? നന്നായിട്ടുണ്ട്. ആ വളരെ നന്നായിട്ടുണ്ട്. ആ വെരി ഗുഡ്. നൈസ്. ഓക്കെ. വേറെ ഫുഡാണ്. നന്നായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഫുഡ് സൂപ്പർ. ഞാൻ പറഞ്ഞേ പൊളിച്ച് അടിപൊളി. ഫുഡ് സൂപ്പർ. ഫൈസൽ ബായ്ക്ക്